ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഉച്ച സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഒരു 12 മണിയായപ്പോഴാണ് അച്ഛൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം വിചാരിച്ചു കുറച്ചെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഡ്രൈ പോലെ കറി എന്ന് പറയാം, വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് കറിയായിട്ടല്ല കറിയായിട്ട്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് കൂടുതലും ബിരിയാണിയൊക്കെ വെച്ച് അങ്ങനെ വെക്കുന്നൊരു രീതിയാണത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വെള്ളമായിട്ട് എടുക്കുക, അല്ല ലൂസായിട്ട് ആ രീതിയിലാവാം, അല്ല ഡ്രൈ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഇപ്പം നമുക്ക് ബിരിയാണി വെക്കുന്ന ഒരു ഇതായിട്ട് ചോറ് വെച്ചിട്ട് ചോറ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബിരിയാണി ആക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം കഴുകി ചിക്കനൊക്കെ വിനാഗിരിയിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. ജസ്റ്റ് ഒന്ന് മസാല ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും മസാലയും ഗരം മസാലയൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ചിക്കൻ നമ്മൾ പാത്രത്തിലിട്ട് തന്നെ നേരിട്ട് അടുപ്പിലേക്ക് തന്നെ വെച്ചു. നമുക്ക് ആദ്യം ഉള്ളിയൊന്നും വഴറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. നമുക്ക് നേരെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നെയ്ച്ചോറിൻ്റെ അരി വേവിച്ച് നമുക്കിത് സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സാക്കി എടുക്കണമെങ്കിൽ സെയിം ബിരിയാണീൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം അല്ലെങ്കിൽ നമുക്ക് ബിരിയാണിയിൽ നമ്മൾ ചിക്കൻ്റെ ഒരു ഡ്രൈ ആക്കി എടുത്തിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ വീട്ടിൽ അപ്പം ഇന്ന് സാമ്പാറും ബീറ്റ്റൂട്ട് തോരനുമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ബിരിയാണി ആക്കണ്ട, ഡ്രൈ ആക്കുക. അപ്പം നമുക്ക് ഡ്രൈ ആക്കിയാൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം. വൈകുന്നേരം നമുക്ക് അതിൻ്റെ കൂടെ പിന്നെ ചോറ് ഞാൻ കൂടുതലും പച്ചരി ഉപയോഗിച്ചാണ് മക്കൾക്ക് ചോറ് വേവിച്ച് കൊടുക്കാറ്. എന്ന് വെച്ചാൽ ബിരിയാണി ആക്കുമ്പോൾ നെയ്ച്ചോറ് എന്ന് വെച്ചാൽ ബസുമതി റൈസൊക്കെ പകരം ഞാൻ പച്ചരിയാണ് കൂടുതൽ ഉപയോഗിക്കുക. കാരണം പച്ചരിയാണ് എനിക്ക് കുറച്ചും കൂടി നല്ലത് തോന്നിയത്, സോഫ്റ്റ് ആണ്. പിന്നെ നമുക്ക് ബിരിയാണി എങ്ങനെയാണോ അതേപോലെ തന്നെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഉള്ളി അരിഞ്ഞു, തക്കാളി അരിഞ്ഞു, നമ്മൾ നേരിട്ട് അതിലേക്ക് തന്നെ ചിക്കനിലേക്ക് തന്നെ ഉള്ളി സ്പെഷ്യലായിട്ട് തക്കാളി ഒന്നും വഴറ്റുന്നൊന്നുമില്ല. ചിക്കൻ്റെ കൂടെ തന്നെ കിടന്ന് നന്നായി വഴണ്ട് പിടിക്കും. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് അടുത്ത് നമുക്ക് ഇടാനുള്ളത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ തൊലി കളഞ്ഞിട്ടില്ല, തൊലി കളയാതെ നമ്മൾ അടിച്ചു. അപ്പോൾ അടിച്ച ശേഷം നമ്മുടെ മിക്സീൻ്റെ ജാറിൻ്റെ അടപ്പ് കണ്ടില്ലേ, അപ്പോൾ അതിൽ തൊലിയെല്ലാം നമ്മുടെ ജാറിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഞാൻ തൊലി കളഞ്ഞു വിടാറുണ്ട്, കളയാതെ വിടാറുണ്ട്. ഇനി അഥവാ കളയാതെ ഇട്ടാലും നമുക്ക് അതുകൊണ്ട് വേറെ ദോഷമൊന്നും വരാനില്ല. അത് നന്നായി പേസ്റ്റായി അരഞ്ഞില്ലേ. അപ്പോൾ നമുക്കതിൻ്റെ മിക്സീൻ്റെ അടപ്പിൽ തന്നെ എനിക്ക് തൊലി ഒരുവിധം എല്ലാം കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ആ തൊലി അങ്ങ് കളയും. ജാറിൻ്റെ ഉള്ളിലും അത്യാവശ്യം തൊലി ഉണ്ടാവാറുണ്ട്, ഇല്ലാതെ മൊത്തം റിമൂവ് ആവില്ല, എന്നാലും നമുക്ക് വേറെ ദോഷമൊന്നുമില്ല. അപ്പം പെട്ടെന്നായി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അടിച്ചിട്ട് തക്കാളിയും ഉള്ളിയും കൂടി അരിഞ്ഞിടുമ്പോൾ തന്നെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ ഗ്രേവി പരട്ടിയതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ബാക്കിയുള്ള എല്ലാ മസാലകളും കുരുമുളക്, കുറച്ച് മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം മുളക് പൊടിന് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. നമുക്ക് അഥവാ നമ്മൾ ബിരിയാണിയായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ റൈസ് വേവിച്ച് ബിരിയാണി സെറ്റാക്കാനാണെങ്കിൽ ജസ്റ്റ് കുറച്ചും കൂടി നല്ല ടേസ്റ്റിന് ഒരു സ്പൂൺ തൈരും കൂടി ചേർത്താൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ അമ്മയോടെ തൈരാക്കാൻ എടുത്ത് വെച്ചതുകൊണ്ട് അതുകൂടി ചേർത്തല്ല. നമ്മൾ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ തൈര് ചേർക്കണമെന്നില്ല, നമ്മളിതിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പം മൂടി വെച്ച് പരമാവധി ഡ്രൈ ആക്കി സെറ്റാക്കി എടുത്ത സംഭവം റെഡിയായി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.